ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. സിമ്പതൈസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ്? ആരുടെയാണ്? ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റിയാണ് സിമ്പതൈസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ മാക്സിമം എമൗണ്ട് ഓഫ് അസിസ്റ്റൻസ് ടു ബി ഗിവൺ ടു എ മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് അണ്ടർ മെമ്പർ റിലീഫ് സ്കീം. മെമ്പർ റിലീഫ് സ്കീമിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അവരുടെ മെമ്പേഴ്സിന് എത്ര എമൗണ്ടാണ് മാക്സിമം കൊടുക്കാൻ കഴിയുക? 50,000 രൂപ വരെയാണ് മാക്സിമം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് അവരുടെ മെമ്പേഴ്സിന് മെമ്പർ റിലീഫ് സ്കീമിലൂടെ കൊടുക്കാൻ സാധിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, അപ്പെക്സ് സൊസൈറ്റി ഷാൾ ടേക്ക് എ ഡിസിഷൻ ഫോർ അഫിലിയേഷൻ ഫ്രം സൊസൈറ്റി വിത്തിൻ ഡാഷ് ഡേറ്റ്സ് ഓഫ് റെസിപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അതായത് സൊസൈറ്റികളിൽ നിന്ന് അഫിലിയേഷനായിട്ട് വേണ്ട ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റി എത്ര ദിവസത്തിനുള്ളിലാണ് ഡിസിഷൻ എടുക്കുക? 60 ദിവസത്തിനുള്ളിലാണ് അപ്പെക്സ് സൊസൈറ്റി ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കിട്ടി 60 ദിവസത്തിനുള്ളിലാണ് അതിൻ്റെ ഡിസിഷൻ എടുക്കുക, അഫിലിയേഷൻ്റെ ഡിസിഷൻ. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് ഡേയ്സ് വിത്തിൻ വിച്ച് ആൻ application for registration of a cooperative society is to be disposed of by the registrar. അതായത് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു സൊസൈറ്റിയിൽ നിന്ന് രജിസ്ട്രേഷന് വേണ്ട ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുക? 90 ദിവസത്തിനുള്ളിലാണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഇതിൽ നിന്ന് കറക്റ്റ് ആർട്ടിക്കിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഹീ ഈസ് ബേക്കിംഗ് ഡാഷ് കേക്ക്. ഇതാണ് സെൻറ്റൻസ്. ഹീ ഈസ് ബേക്കിംഗ് ഡാഷ് കേക്ക്. ഓപ്ഷൻ എ ആൻഡ് ദ നൺ ഓഫ് ദിസ്. ഏതായിരിക്കും? ഓപ്ഷൻ എ ആണ് ആൻസർ. ഹീ ഈസ് ബേക്കിംഗ് എ കേക്ക് എന്നാണ് പറയുക. നെക്സ്റ്റ്, ഇതും ആർട്ടിക്കിൾ സെലക്ട് ചെയ്യാനാണ്. വാട്ട് ഡാഷ് എക്സൈറ്റിംഗ് നൈറ്റ് ഇറ്റ് വാസ്. ഓപ്ഷൻ എ ആൻഡ് ദ നൺ. ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ്. വാട്ട് ആൻ എക്സൈറ്റിംഗ് നൈറ്റ് ഇറ്റ് വാസ് എന്നാണ്. റൂപേ കാർഡ് സ്കീം ഈസ് ക്രിയേറ്റഡ് ബൈ. റൂപേ കാർഡ് സ്കീം ക്രിയേറ്റ് ചെയ്ത ഏതാണ്? NPCI ആണ് റൂപേ കാർഡ് സ്കീം ക്രിയേറ്റ് ചെയ്തപ്പെട്ടത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, NPCI സ്റ്റാൻഡ് ഫോർ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. NPCIയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, NPCI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഏത് വർഷമാണ് NPCI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത്? 2008 NCPI എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, IBA സ്റ്റാൻഡ് ഫോർ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. IBA സ്റ്റാൻഡ് ഫോർ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. NPCI വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ആരാണ് NPCI എസ്റ്റാബ്ലിഷ് ചെയ്തത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും IBA പറഞ്ഞാൽ ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ. രണ്ടുപേരും സംയുക്തമായി ചേർന്നിട്ടാണ് NPCI എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്നാണ് NPCI എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടുള്ളത്? 2008. നെക്സ്റ്റ്, NPCI ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് മാനേജസ് ഡാഷ് പേയ്മെൻറ്റ്. ഏത് ടൈപ്പ് പേയ്മെൻറ്റ്സ് മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് NPCI? റീറ്റെയിൽ പേയ്മെൻറ്റ് ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് NPCI എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, UPI സ്റ്റാൻഡ് ഫോർ. UPIയുടെ ഫുൾ ഫോം എന്താ? യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. നെക്സ്റ്റ്, BHIM സ്റ്റാൻഡ് ഫോർ. BHIMൻ്റെ ഫുൾ ഫോം ഭാരത് ഇൻ്റർഫേസ് ഫോർ മണി. NACH സ്റ്റാൻഡ് ഫോർ നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. NACHൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ്. നെക്സ്റ്റ്, ഡാഷ് ഈസ് ആൻ അംബ്രല്ല ഓർഗനൈസേഷൻ സെറ്റപ്പ് with the guidance and support of Reserve Bank of India and IBA for all retail payment in India. ഏതാണ്? NCPI. നെക്സ്റ്റ്, അക്കൗണ്ട് പേയബിൾ ഈസ് എ ഡാഷ് ഓൺ ദി ബാലൻസ് ഷീറ്റ്. അക്കൗണ്ട് പേയബിൾ ബാലൻസ് ഷീറ്റിൽ എന്തായിട്ടാണ് കാണിക്കുന്നത്? കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കാറുള്ളത്. നെക്സ്റ്റ്, കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഈസ് എ ഡാഷ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ടാണ് കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ചൂസ് ദ കറക്റ്റ് സിനോണിയം ഫോർ ദ ഫോളോയിങ്. താഴെ പറയുന്ന വേർഡിൻ്റെ സെയിം മീനിങ് വരുന്ന വേർഡ് ഏതാണെന്ന് കണ്ടെത്തുക. ഏതാണ് വേർഡ്? സജസ്റ്റ്. ഇവിടെ ഓപ്ഷൻ ടീച്ച് ഉണ്ട്, ഇൻഫോം ഉണ്ട്, പ്രൊപ്പോസ്, ഒബ്ജക്റ്റ്. ഏതാണ് വരിക? പ്രൊപ്പോസ് ആണ് ആൻസർ. നെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് എന്ന വാക്കിൻ്റെ സിനോണിയം സിഗ്നിഫിക്കൻ്റ് ഉണ്ട്, അൺസെർട്ടൈൻ ഉണ്ട്, റിലയബിൾ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഏതാ വരിക? സിഗ്നിഫിക്കൻ്റ്.
ദെൻ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ ഇൻ ദ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ മിസ്സിംഗ് നമ്പർ കണ്ടെത്താനാണ്. അപ്പോൾ ഇത് ഈ പാറ്റേൺ നന്നായി ശ്രദ്ധിച്ച് നോക്കിയെങ്കിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. 6 + 4 × 3 ആണ് 30. അതുപോലെ 5 + 4 × 2 ആണ് 80. 8 + 6 അങ്ങനെയെങ്കിൽ ഇതും സെയിം പാറ്റേണാണ് വരിക. 8 + 6 എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. 14 ഇൻറ്റു ഏതോ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 98 കിട്ടും. അപ്പോൾ ഈ എക്സ് കാണാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? 98 / 14 അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ആൻസർ 7 എന്ന് വന്നു. നെക്സ്റ്റ്, നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ്സ് നോമിനൽ മെമ്പേഴ്സ്. നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ അനുവദിക്കുന്ന സൊസൈറ്റി ഏതാണ്? കേരള ബാങ്ക് ആണ്. കേരഫെഡ് ഈസ് ആൻ ഡാഷ് സൊസൈറ്റി. കേരഫെഡ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സൊസൈറ്റിയാണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ്. നെക്സ്റ്റ്, സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് ഡാഷ്. അതായത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് പ്രോജക്റ്റിൻ്റെ രണ്ടാം ഘട്ടം നമുക്ക് 3 റവന്യൂ ഡിസ്ട്രിക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഇടുക്കിയുണ്ട്, പാലക്കാടുണ്ട്, പിന്നെ എവിടെയുണ്ട്? തൃശ്ശൂരും ഉണ്ട്. നെക്സ്റ്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്കിങ്. എ ബുക്ക് വാസ് റിട്ടൺ ബൈ ഡാഷ് ഇൻ 1856. ആരെഴുതിയ ബുക്കാണ്? ഷൂൾസ് 1856 എഴുതിയ ബുക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക്. The certificate issued by the notary public on behalf of a dishonored bill is known as എന്താണ്? അതായത് നമ്മൾ ബില്ല്, ചെക്ക് അല്ലെങ്കിൽ ബില്ല് എന്താണ്? ഡിസോണർ ആവുന്ന ബില്ല് അല്ലെങ്കിൽ ചെക്കിൻ്റെ മുകളിൽ നോട്ടറി പബ്ലിക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്, ഒരു ബില്ലോ അല്ലെങ്കിൽ ഒരു ചെക്കോ ഡിസോണർ ആയി കഴിഞ്ഞാൽ നോട്ടറി പബ്ലിക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ടൊരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിനോട് ചേർന്നൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാറുണ്ട്. ആ സർട്ടിഫിക്കറ്റിനെ പറയുന്ന പേരാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത്. ദ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദി നോട്ടറി പബ്ലിക് ഓൺ ബിഹാഫ് ഓഫ് എ ഡിസോണേർഡ് ബിൽ ഈസ് നോൺ ആസ് പ്രൊട്ടസ്റ്റ്. നെക്സ്റ്റ്, നാഫെഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ. നാഫെഡ് നിലവിൽ വന്നത് എന്നാണ്? 1958 നാഫെഡ് നിലവിൽ വന്നിട്ടുള്ളത്. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് ഈസ് റിലേറ്റഡ് ടു. പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന ടേം ഏത് സൊസൈറ്റിയുമായി റിലേറ്റഡ് ആണ്? മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായി റിലേറ്റ് ചെയ്ത ടേമാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡാഷ് കമ്മിറ്റി ഈസ് ഓൾസോ നോൺ ആസ് ദി ഇമ്പീരിയർ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ. ഇമ്പീരിയർ കമ്മിറ്റി എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ്? മാക്ലഗൻ കമ്മിറ്റി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇമ്പീരിയർ കമ്മിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ICA. ICAയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആരാണ്? ഡയറക്ടർ ജനറൽ ആണ്. എ ഡിസിഷൻ ഓൺ ആൻ ആപ്ലിക്കേഷൻ ഫോർ മെമ്പർഷിപ്പ് ഷാൾ ബി ടേക്കൺ വിത്തിൻ ഡാഷ് മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. അതായത് ഒരു സൊസൈറ്റിയിൽ മെമ്പർ ആകാനുള്ള ഒരു ആപ്ലിക്കേഷൻ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര മാസത്തിനുള്ളിലാണ് ഡിസിഷൻ എടുക്കുക? 2 മാസത്തിനുള്ളിൽ എന്തെടുക്കണം? ഡിസിഷൻസ് എടുക്കണം. നെക്സ്റ്റ്, ഡാഷ് ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷൻ വിൽ ബി ടേക്കൺ ടു ബി ദ ടേം ഓഫ് ദി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദി ജനറൽ ബോഡി ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദി സൊസൈറ്റി. അതായത് ഒരു സൊസൈറ്റിക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇലക്ഷൻ ചെയ്യുന്നത്? ജനറൽ ബോഡി അല്ലേ? ജനറൽ ബോഡി എന്ത് ചെയ്യുന്നു? ഇലക്ഷനിലൂടെ ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയെ സെലക്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡേ ടു ഡേ മാനേജ്മെൻറ്റെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഇലക്ഷൻ കഴിഞ്ഞ് എത്ര സമയമാണ് അല്ലെങ്കിൽ എത്ര വർഷമാണ് ഒരു മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ടേം എന്ന് പറയുന്നത്, കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 5 വർഷമാണ്.